ഹലോ, ഗുഡ് മോർണിംഗ് ഗീസ്. ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതുകയാണ്. നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങളെ വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് സന്തോഷമില്ലാത്തൊരു ഡേ മൈ ലൈഫായി മാറി. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ജിമ്മിലോട്ട് പോകാനാണ്. ഞാൻ ഇന്നലെ തൊട്ട് ജിമ്മിൽ പോയി സ്റ്റാർട്ട് ചെയ്തു. കാര്യം എൻ്റെ കൈയുടെ ഷോൾഡർ ഇളകിയത് കൊണ്ട് അതൊന്ന് റിക്കവർ ചെയ്ത് റെഡിയാക്കി വരണമെങ്കിൽ ചെറിയ രീതിയിലെ വർക്കൗട്ടും കൂടെ ചെയ്താൽ മാത്രമേ ആ കൈ ഒന്ന് റെഡിയായി വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇന്നലെ തൊട്ട് ജിമ്മിൽ പോയി തുടങ്ങി. അപ്പോൾ ഇന്ന് ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷം കുറേ വിശേഷങ്ങളുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇന്നലെ വൈകിട്ടായപ്പോൾ ഞങ്ങളന്ന് കാണാതെ വന്ന് വീണ് തലയുടെ ബാക്ക് സൈഡൊന്ന് പൊട്ടി. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് മൂന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് വീട്ടിലിപ്പോൾ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. നമ്മൾ നടക്കരുത്, എണീക്കരുത്, ആരെയും വിളിക്കാതെ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കില്ല. അപ്പം അമ്മ ആ സമയത്ത് അമ്മ പറയും, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, സ്വന്തമായി നോക്കിക്കോളാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ തല പൊട്ടി, ഒന്നല്ല വന്ന് വീണ് തല പൊട്ടി ഈ ഒരു രീതിയിൽ കിടക്കാണ്. എന്താ കാണിച്ചു തരാം അമ്മേനെ. ഉറങ്ങേ കേട്ടാ, തലാനക്കല്ലേ. അപ്പൊ എന്തായാലും കേസ് നല്ലൊരു ഡേ മൈ ലൈഫ് എടുക്കാന്ന് കരുതിയതാണ്. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷം ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ രാവിലെ ജിമ്മിലോട്ട് പോന്നു. പൊന്നു എണീറ്റില്ല. ഞാൻ പോയിട്ട് നമുക്ക് അവിടെ ചെന്ന് കാണാം. ഞാൻ രാവിലെ ജിമ്മിലെത്തി. രണ്ടാമത്തെ ദിവസം തന്നെ ലേറ്റ്. ഇത് അമ്മയുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് തന്നെ ലേറ്റായി. ഇന്നലെ തൊട്ടാണ് ഞാനിവിടെ വന്നു തുടങ്ങിയത്. പിന്നെ ഒരു 2022 ഞാൻ ഈ ജിമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ വീണ്ടും വരുന്നത്. ഷോൾഡറിൻ്റെ പിന്നെ വയറൊക്കെ കുറെ ചാടി. ഇപ്പോൾ രാവിലെ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞ്, വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എക്സസൈസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ബോഡി ഒന്ന് ഫിറ്റാക്കി വെക്കുക. കൈയുടെയാണ് മെയിൻ. ഷോൾഡർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും റെഡിയാക്കിയില്ലെങ്കിൽ ഭാവിയിൽ വലിയ ദോഷം ചെയ്യുമെന്ന് ഞാൻ നമ്മുടെ തെറാപ്പി ചെയ്യാനായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേശ്ശെ ജിമ്മിൽ പോയി ഒന്ന് ബാലൻസിങ് ആക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോഴും ഏതാണ്ട് ഇപ്പോൾ 1 വർഷമായി. അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ട് ജിമ്മിൽ വന്ന് തുടങ്ങി. കുറച്ച് ദിവസം കുറേ നാൾ ഇപ്പം ഞാൻ 2022 ഇതിന് മുന്നേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോഴും വന്നപ്പോൾ ആദ്യം ഇന്നലെ ചെറിയൊരു മടിയുണ്ടായിരുന്നു. വരാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ ആദ്യം എനിക്ക്. പിന്നെ ഇന്നിപ്പോൾ ഓക്കെ ആയി. എന്നാലും നല്ല പാടുണ്ട്. 2 ദിവസമല്ലേ ആയുള്ളൂ. ബാക്കി നമുക്ക് വലിയ സെറ്റാവും. അപ്പം ഞാൻ നേരെ ഇനി വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ ഇനി എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല ക്ഷീണമുണ്ട്. വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് കുറേ നാളായതുകൊണ്ട് ആദ്യത്തെ ഒരാഴ്ച ഇനി ചെറിയൊരു പാടായിരിക്കും. അത് നമ്മൾ കണ്ടിന്യൂ പോയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. എന്തായാലും ഇനി അടുത്ത എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷായി ഈ ഡ്രസ്സെല്ലാം ഒന്ന് കഴുകിയിട്ട് എൻ്റെ പാവം ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം. 2 ദിവസം കൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലതല്ല, ചെറിയൊരു നോർമൽ രീതിയിൽ മണ്ണ് നനഞ്ഞ് കിടക്കാനുള്ള മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് 2-3 ചെടികളിലൊന്നും വെള്ളം ഒഴിച്ചില്ല. ഇനിയിപ്പോൾ സൈഡിൽ ഇരിക്കുന്ന ചെടികളിലെല്ലാം വെള്ളം ഒഴിക്കണം. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി. ഇന്നലെ വൈകിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. വന്നപ്പോൾ രാത്രിയായി. പിന്നെ അങ്ങനെ ഇന്നലെ ഒരു പരിപാടിയും നടന്നില്ല. ഇപ്പം നമ്മൾ അടുക്കളയിൽ പൊന്നു ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. 7 മണിയായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജിമ്മിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആൾ എണീറ്റില്ല. ഇനിയിപ്പോൾ ആൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഞാൻ അടുക്കളയിലെത്തി. എന്തൊരു പരിപാടി? സമയത്രേ? നിങ്ങൾ നോക്കിയിരുന്നു. ലാസ്റ്റ് അച്ഛൻ പോയി വാങ്ങിച്ചോണ്ട് വന്നു. തന്നെ അറക്കെ എണീറ്റേ ഉള്ളല്ലേ? മണി 9 മണിയായി. 9 മണിയായി. ആള് ഉറങ്ങിപ്പോയി. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അതിന് സ്ഥിരം അങ്ങനെയാണോ? അപ്പം കേസ് ഞാനിനി എൻ്റെ കുറച്ച് ജോലികൾ ചെയ്യട്ടെ. പൊന്നു ഇന്ന് രാവിലെ കാപ്പി കറി എന്തോന്ന്? തീരുമാനിച്ചില്ല. ചമ്മന്തി ഉണ്ടാക്കി മതിയാ?
എന്ന് വീട്ടിലെ ദോശയും ചമ്മന്തിയാണ്. പിന്നെ വേറെ എന്താ വയ്ക്കാം? ഉള്ളിക്കറിയാ? ഉള്ളിക്കറിയോ തക്കാളിക്കറി എന്തെങ്കിലും ഉണ്ടാക്കാം. തക്കാളി ഉണ്ടാ? തക്കാളി ഉണ്ട്, ഫ്രിഡ്ജിലുണ്ട്. ഞാൻ ഇന്നലെ എടുത്തു, മീനിലിടാൻ എടുത്തു. തക്കാളി മേടിക്കണോ? എല്ലാം വാങ്ങിക്കണം, എല്ലാം തീർന്നു. നീ വിളിച്ച് പറയത്തുണ്ടെങ്കിൽ ഞാൻ വരുമ്പോ മേടിച്ചോണ്ട് ഫോണില്ല എന്റെ. അച്ഛന്റെ ഫോണിൽ വിളിച്ചപ്പോഴെടുക്കുന്ന ഞാൻ ഓർത്തില്ല, എനിക്ക് ഫോണില്ല സ്വന്തമായിട്ട്. ഉള്ള ഫോൺ എന്ത് ചെയ്ത്? ഉള്ളത് പറ. പൊട്ടിപ്പോയി. ഉള്ള ഫോൺ പൊട്ടിപ്പോയി. സ്ഥിരമുള്ള പൊട്ടലായതുകൊണ്ട് നമ്മളത് പെൻഡിങ്ങിൽ വെച്ചു ശരിയാക്കാനായിട്ട്. ഞാൻ എന്തായാലും ബാ, നമുക്ക് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാം. ഡെയിലി വെള്ളം ഒഴിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ എൻ്റെ മാത്രം ജോലിയാണ്. എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ട് വേണം കാപ്പി കുടിക്കാൻ. രാവിലെ കുളിച്ച് റെഡിയായി വന്ന് കാപ്പി കുടിക്കണം. അവരെല്ലാം കഴിച്ചു. പൊന്നും അച്ഛനും അമ്മയൊക്കെ കഴിച്ചു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി. നീ കഴിച്ചായിരുന്നോ പൊന്നു? ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ട് ഞാൻ വന്നപ്പോഴേ പൊന്നിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നേ, വേണമെങ്കിൽ കഴിക്കാതാ, വേണമെങ്കിലാ. ഞാൻ വന്നപ്പോൾ ഇന്ന് കറിയൊന്നുമില്ല. അപ്പം ഞാൻ പൊന്നിൻ്റെ അടുത്ത് പറഞ്ഞു ചമ്മന്തി അരയ്ക്കാണ്. അപ്പോൾ പൊന്നു പറഞ്ഞു വേണ്ട, എല്ലാ ദിവസവും ചമ്മന്തിയില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ചമ്മന്തി തന്നെ വന്നെത്തി. ചമ്മന്തി എൻ്റെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അപ്പം ഞാൻ തന്നെയാണ് ചമ്മന്തി അരയ്ക്കുന്നത്. ഇനി അമ്മയ്ക്ക് തലയിൽ കുറച്ച് വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് അങ്ങനെ പ്ലാൻ. അപ്പോൾ അവർ പറഞ്ഞ് വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഛർദിലോ വൊമിറ്റിങ്ങോ അങ്ങനെ വല്ല പരിപാടിയോ ഇല്ല, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി ഒന്നും കൂടെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം, സർജനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ച് എന്നിട്ട് രാവിലെ അവർ കെട്ടിവെച്ചതെല്ലാം ഇളക്കി കളഞ്ഞു. എല്ലാം ഇളകിപ്പോയി. തൊടല് വേദന ഉണ്ടോ? വേദനയുണ്ട്, ചെറിയ വേദനയുണ്ട്. ചെറിയ വേദന പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾ പറയും ഒന്നല്ലേ വഴക്ക് കൊടുക്കരുതെന്ന്. വഴക്ക് കൊടുത്താലേ നിൽക്കൂ. പോകരുതെന്ന് പറഞ്ഞാൽ പോവും. ഇന്നലെ ഞാൻ കാണാതെ പോയി വന്ന് വീണതാണ് ഇപ്പം ഇത്രയും പ്രശ്നമായത്. ഉച്ച സമയമായിരുന്നു, ബ്ലഡ് നിന്നില്ല. ഉച്ച സമയമല്ല, ഒരു 4 മണി, ബ്ലഡ് നിന്നില്ല. വീണപ്പം ഞാൻ ആദ്യം പോയി എടുത്തപ്പോൾ കണ്ടില്ല. പൊന്നുമാണ് പറഞ്ഞത് ബ്ലഡ് വരുന്നത്, ഓടിപ്പോയി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയാൽ ബ്ലഡ് നിൽക്കുന്നില്ല. തലയിൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു പൊത്ത് പോലെ വീണുപോയി. ബ്ലഡ് നിൽക്കണം. അങ്ങനെ അമ്മയാണെങ്കിൽ ഇങ്ങനെ വയ്യാതായാലും എന്തെങ്കിലും ആയാലും മിണ്ടത്തില്ല, പറയൂല. കുഴപ്പമില്ല വയ്യാന്ന് എന്തെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചാലും അമ്മ പറയും ഒരു കുഴപ്പമില്ല. ഇന്നലെ അത് പറഞ്ഞു, ബ്ലഡ് നിന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കൊച്ചത്തിൻ്റെ അവിടെ നിന്ന് കാറും എടുത്ത് എൻ്റെ 2 ഫ്രണ്ട്സിനെയും വിളിച്ച് ഞാനും പൊന്നും അവരും കൂടെ ആയിട്ട് നേരെ പോയി. ട്രിപ്പൊക്കെ എടുത്ത് ഒന്ന് ഓക്കെ ആയിട്ട് ശേഷമാണ് ഞങ്ങൾ വന്നത്. ഇന്നലെ ഓട്ടോ വരുന്ന കേസ്. അടങ്ങി വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നിട്ടെങ്കിൽ ഇതൊരു പ്രശ്നം വരത്തില്ലായിരുന്നു. ഞാൻ പറയും, ബാത്റൂമിൽ പോകണമെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആരെങ്കിലും വിളിക്കാതെ പോകരുത്, നമ്മുടെ അടുത്ത് പറയണമെന്ന്. അമ്മയാണെങ്കിൽ അത് പറയൂല. പറയത്തെന്ത് സാരമില്ലെന്ന് വിചാരിച്ച ആർക്ക് ദോഷം? എനിക്ക് എത്രയൊന്നും വെച്ച് പറഞ്ഞ് നടന്നാലും കേൾക്കൂല. അപ്പം ഞാൻ നമ്മുടെ അപ്പവും ചമ്മന്തിയും കഴിച്ചിട്ട് വരാം. അടുക്കളയിലെ കാര്യങ്ങൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് നോക്കുന്നത്. പൊന്നു അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ അധികം അങ്ങനെ അവളുടെ വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. അപ്പം ഇവിടെ വന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിച്ചതൊക്കെ. സാധാരണ ഒരു അമ്മായിയമ്മ അല്ലെങ്കിൽ വീട്ടിൽ കല്യാണം കഴിഞ്ഞ ആളിൻ്റെ അമ്മ, ആ അമ്മയൊക്കെ ഉള്ളൊരു നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു വീടാകുമ്പോൾ വന്ന് കയറുന്ന പെൺകുട്ടിക്ക് ഒരു സപ്പോർട്ടായിട്ട് എല്ലാ രീതിയിലും കാണും. ഇപ്പം ഞങ്ങളെ വീട്ടിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഞങ്ങൾ അടുക്കളയിലെ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്താണ് ചെയ്യുന്നത് വീട്ടിൽ. ഇന്നിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന കറി ചോറും പയറ് തോരൻ. ജിമ്മിൽ പോകണോണ്ടേ അവർ പറഞ്ഞ് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിക്കണം. അപ്പം എന്തായാലും പയറ് തോരൻ വെച്ച് കഴിക്കാം. ഞാൻ മാത്രമാക്കണ്ട, വീട്ടിലെല്ലാവരും പ്രോട്ടീൻ ആയിക്കോട്ടെ. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെക്കപ്പ് കാണിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്നലെ തലയിൽ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ എന്തോ തോർത്തെന്നൊക്കെ പറഞ്ഞത് വലിച്ചളായി കളഞ്ഞു. എന്തായാലും ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം. പിന്നെ തലയൊക്കെ ഒന്ന് കോതി വൃത്തിയായി കൊടുക്കാനുണ്ട്.
തല തിരിച്ച്. എത്ര പറഞ്ഞാലും കേൾക്കൂല. നടക്കല്ല് ഓടല്ലെന്ന് പറഞ്ഞാൽ ഓടും. അമ്മയും അച്ഛനും ചോറ് കഴിക്കുന്നു. അമ്മ ഇപ്പൊ തലവേന ഉണ്ടാ, കുറവുണ്ടാ? അപ്പം എന്തായാലും ഞാനും കഴിച്ചു തുടങ്ങാറായി. ഇന്നത്തെ ആഹാരം എന്ന് പറയുന്നത് ചൂര മീന്. കറണ്ട് പോയി ഗൈസ്, വീണ്ടും കറണ്ട് പോയി. ഞാൻ പറഞ്ഞായിരിക്കും നല്ല ചൂര മീന്, പയറ് തോരൻ, കോവയ്ക്ക വിഴുക്ക്, പുളിശ്ശേരി, നല്ല മാങ്ങ അച്ചാറ്. മാങ്ങാച്ചാർ എനിക്ക് കിട്ടിയില്ല. മാങ്ങാച്ചാറിന്റെ മാങ്ങ കൊണ്ടുവന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മീൻ മേടിക്കാൻ പോയപ്പം പോയിട്ട് വരുന്ന വഴിക്ക് ഒരു സൈഡില് ചാഞ്ഞു നിന്ന മാവില് ഇവള് കല്ലെറിഞ്ഞ് പറിച്ചു. പ്രതി ഇവളാണ്, ഞാനല്ല കേസ്. ഞാൻ കാണിച്ചു കൊടുത്തതേ ഉള്ളു മാങ്ങ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും സമയം ഒരുപാടായി. ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ കാണാം. നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ നോർമലി ഉള്ള ഡോക്ടറിനെ കാണുന്നതിന് പുറമെ ഇപ്പം വീണ്ടും അടുത്തതായി വീണ്ടും വന്നതിന് കാണാൻ തുടങ്ങി. എല്ലാ ദിവസവും ഹോസ്പിറ്റലാണ്, പ്രത്യേകിച്ച് അങ്ങനെ ചടങ്ങുകളൊന്നുമില്ല അല്ലേ? ഒന്നും വാക്കുകൾ കിട്ടുന്നില്ല. പൊന്നു അതെടുത്തോട്ടാ. പിടിച്ചിട്ടുണ്ട്. പിടിക്കാതെ തന്നെ വീഴുമെന്ന് പറഞ്ഞിരിക്കും. എവിടെ ഉത്സവം നടക്കണം കേട്ടാ. കൂടെ കയറിപ്പോ. ആലോക്കെ മെയിനായിട്ട് ഒരു മാസത്തിൽ ഒരു 10-15 തവണയെങ്കിലും നമുക്ക് ഹോസ്പിറ്റൽ ഡേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഫ്രണ്ടിൽ എനിക്ക് ആനയെ വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ആനയെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ആന ആനയെ കാണാൻ മറ്റേ നമ്മളെന്തിനാ പറയുന്നത്, ചക്കക്കൂട്ടാൻ കണ്ട് എന്തെന്നൊരു ഡയലോഗ് അടിക്കുന്നതായിട്ട്. അയ്യോ എനിക്ക് അത്ര പൊന്നുവിന് പഴയ പഴഞ്ചൊല്ലുകളെ കുറിച്ച് അറിയാമേ. എനിക്ക് അത്രയ്ക്കുള്ള പഴഞ്ചൊല്ലുകൾ അറിഞ്ഞൂടാ. പൊന്നു ഇവിടെ വന്നിരുന്നിട്ട് എന്തിടെ പറയണ പഴയ പറഞ്ഞു. ഇല്ല പറ കേക്കട്ടെ. എന്നും ചത്താ കണ്ണാക്കില്ല. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത്. പിന്നെ പറയാൻ കിളവിയുള്ളതാണ്. എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയാണെന്ന് കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്യും കേട്ടോ ഗൈസ് ചേട്ടൻ. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് വരിക. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ അടുത്ത നമ്മുടെ കുഞ്ഞമ്മയുടെ ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കടയിലേക്ക് വന്നു. അമ്മ എന്നും എപ്പോഴും തിരക്കും കുഞ്ഞമ്മ എവിടെയാണ് എന്തായാലും. അപ്പോൾ കുഞ്ഞമ്മ ഇന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കടയിൽ വന്ന്. പണ്ട് അമ്മ എന്നും വൈകിട്ടൊക്കെ നമ്മളെ ഈ കടയിലൊക്കെ വരുമായിരുന്നു. എന്നാൽ നമ്മൾ മാത്രമായി. അമ്മ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അകത്തിരിക്കുകയാണ്. വെളിയിലോട്ട് വരണോ? ഇറങ്ങാൻ പറ്റുമോ? പറ്റൂലല്ലേ? അപ്പം അമ്മ അകത്തിരിക്കട്ടെ. നമ്മൾ ചായ കുടിച്ചിട്ട് ബാക്കി വീട്ടിൽ എത്തിയിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഒരു ഉത്സവം കണ്ട് ജസ്റ്റ് നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നല്ല ഡോക്ടറിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അമ്മയെ കൊണ്ട് വീട്ടിലിരുത്തി ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാം സെറ്റാക്കി കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. വീട്ടിൽ രാവിലെയും വൈകിട്ട് എപ്പോഴും ഹോസ്പിറ്റലിലാണ്. അതിന് തലവേദന എടുത്ത് തല പൊട്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഘോഷയാത്രയുണ്ട്. ആനയെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു നല്ലൊരു ഘോഷയാത്ര അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അമ്മയെ ആക്കി അച്ഛനാക്കിയതിന് ശേഷം ജസ്റ്റ് അവിടെ ഒന്ന് പോകണം. എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം.
ഘോഷയാത്ര നല്ല തിരക്കാണെങ്കിലും നമ്മൾ കണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. ഒന്നും കേൾക്കാൻ വയ്യ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി സംസാരിക്കാം. രാത്രി ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകുക, തുടയ്ക്കുക. പാത്രം കഴുകുന്ന പോലത്തെ എന്റെ ജോലിയാണ്. എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമല്ല. അതൊക്കെ അതെന്റെ തലയിലാക്കി. പാത്രം കഴിയാലും തീരുല്ല. രാവിലെ തൊട്ട് കഴുകി തുടങ്ങിയാലും രാത്രി ആയാലും എനിക്ക് പാത്രം കഴുകണ ജോലി തീരില്ല. അത് നമ്മൾ ഷെയർ ചെയ്ത് ജോലി ചെയ്യുമ്പോ അങ്ങനെ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജോലി ചെയ്യുമ്പോ ഒരാളൊരു ജോലി ചെയ്യും, മറ്റൊരാൾ വേറൊരു ജോലി ചെയ്യും. ഇത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തൊട്ടേ ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ എന്നെ വെച്ചിരുന്ന് താമസിക്കുന്നില്ല. ഇതിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇനി കുളിക്കണം, ഉറങ്ങണം, നേരെ പോയി കിടന്ന് ഉറങ്ങും. നാളെ രാവിലെ ജിമ്മിൽ പോണം. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കും. നമ്മൾ കുറച്ച് സെറ്റ് ഈ കുഞ്ഞിനെയൊക്കെ മാറ്റി ഞാൻ സിക്സ് പാക്ക് ആക്കി എടുക്കണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ഇതിന് മുന്നേ പോയത്. പോവും, ഒരു 6 മാസം കഴിയും, മതിയാക്കും. അത് ജോലി അങ്ങനെ ഇപ്രാവശ്യം കൃത്യമായിട്ട് പോണം. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതൊക്കെയാണ് വിശേഷം. ഇതിനിടയിൽ ഒരു കാര്യം ചെയ്യാനും സമയമില്ല. രാവിലെയും വൈകിട്ടും എപ്പോഴും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ള വീഡിയോകൾ, ഞങ്ങൾ പുതിയ രീതിയിലുള്ള വീഡിയോകൾ, ഞങ്ങളെ പല ചലഞ്ചുകളും, പിന്നെ ഞങ്ങൾ കുറച്ച് യാത്ര ചെയ്യാൻ പ്ലാനുണ്ട്. ഇതെല്ലാം ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളു. അപ്പൊ എല്ലാവർക്കും സ്നേഹം. ടാറ്റാ, ബൈ ബൈ, സീ യു.